നമസ്കാരം. ഫെഫ്ക 2008 രൂപീകൃതമാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ 16 വർഷത്തെ ചരിത്രമുള്ള സംഘടനയാണ്. ഞങ്ങളുടെ 16 വർഷത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും മഹനീയമായ ദൗത്യം ഈ വർഷം ഏറ്റെടുത്തിരിക്കുകയാണ്. അത് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ തൊഴിലാളി സംഗമം 27-ാം തീയതി എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. ഫെഫ്ക ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു പദ്ധതി ഞങ്ങളന്ന് പ്രഖ്യാപിക്കുകയാണ്. ഫെഫ്കയിൽ ഏതാണ്ട് 7000-ഓളം തൊഴിലാളികളുണ്ട്. സിനിമയിലെ വിവിധ മേഖലകളിൽ 22 വിഭിന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന 7000-ഓളം തൊഴിലാളികൾ. ഓരോ മേഖലയും ഒരു ട്രേഡ് യൂണിയനാണ്. അങ്ങനെ 22 ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണ്, ഫെഡറേഷനാണ് ഫെഫ്ക എന്ന സംഘടന. അപ്പോൾ ഈ 7000 പേരുടെയും ഏറ്റവും പ്രാഥമികമായിട്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നേരിട്ട വെല്ലുവിളി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷവും പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ഓരോ യൂണിയനും കരാറിൽ ഏർപ്പെടുകയും ഭാരിച്ച പ്രീമിയം കൊടുത്തിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ബെനിഫിറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ഒരു ഹോസ്പിറ്റൽ ബില്ല് വന്നാൽ പലപ്പോഴും പാസ്സാകുക 70,000 60,000 രൂപയായിരിക്കും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന മട്ടിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ തീരുമാനിച്ചത് ഇൻഷുറൻസ് കമ്പനികളുമായി ടൈപ്പ് ചെയ്യാതെ ഞങ്ങളുടെ യൂണിയൻ തന്നെ ഒരു പൂൾ ഉണ്ടാക്കുന്നു, ഒരു കോമൺ പൂൾ. അതിന് ആളൊന്നിന് 3000 രൂപ എന്ന് ഫിക്സ് ചെയ്തു. ആ 3000 രൂപ വെച്ചിട്ട് ഒരു കോമൺ വെൽഫെയർ ഡെഡിക്കേറ്റഡ് ഫണ്ടിലേക്ക് നമ്മൾ പണം ഇട്ടുകൊണ്ട് ഒരു വർഷം കിടന്നുള്ള ആശുപത്രി ചികിത്സയ്ക്ക് 3 ലക്ഷം രൂപ വരെ ഒരു മെമ്പറിന് ധനസഹായം എത്തിക്കുക. അത് ആശുപത്രി ബില്ല് പ്രസന്റ് ചെയ്താൽ, കാരണം ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രേഡ് യൂണിയൻ എനിക്കൊന്നും ചലച്ചിത്ര രംഗത്തെന്നല്ല, ചലച്ചിത്ര രംഗത്തെ വിട്ട് ചിന്തിച്ചാലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അംഗങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുകയാണ്. ഒപ്പം ഞങ്ങൾ ചെയ്യുന്നത് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി ഇതിൽ ചേർക്കുന്നു. അപ്പം അതിന് അംഗങ്ങൾ തന്നെ 3000 രൂപ അടയ്ക്കേണ്ടി വരും. അംഗങ്ങളുടെ യൂണിയൻ അടയ്ക്കും, പക്ഷെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അംഗങ്ങൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അവരെയും കൂടി ഇതിനകത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലന സംബന്ധിയായിട്ടുള്ള പാക്കേജ്, അതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഈ തൊഴിലാളി സംഗമത്തിൽ വെച്ച് ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാവുന്ന തീരുമാനങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാവും. ഒരു ചലച്ചിത്ര സംഘടന, ഒരു ട്രേഡ് യൂണിയൻ എപ്രകാരമാണ് ഒരു ഇൻഡസ്ട്രിയുടെ ഭാവുകത്തെ തന്നെ മാറ്റുന്നത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ സന്ദേശം കൊടുക്കത്തക്ക തരത്തിൽ ഉള്ള ചില പദ്ധതികളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചലച്ചിത്ര കൺവെൻഷനിലുണ്ടാവും. ഈ കൺവെൻഷൻ 27-ാം തീയതി രാവിലെ 10 മണി മുതലാണ് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അന്ന് കേരളത്തിനകത്തും പുറത്തും ചിത്രീകരണങ്ങളില്ല, എല്ലാവരും പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ.